ഹലോ സിനിഫയർസ്, വെൽക്കം ബാക്ക് ടു ടച്ച് മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ സൂര്യ അണ്ണൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ പ്രമാണിച്ച് അണ്ണൻ RJ ബാലാജി കോമ്പോയിൽ ഇറങ്ങുന്ന കറുപ്പ് സിനിമയുടെ ടീസർ റിലീസായി. ആ ടീസർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ടീസർ എടുത്ത് ഇവിടെ ഇട്ടിട്ട് വാവ് വണ്ടർഫുൾ അണ്ണൻ കൊടൂര മാസം എന്നും പറയുന്ന ഒരു റിയാക്ഷൻ വീഡിയോ അല്ലേ ഇത്. നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ പടത്തിൻ്റെ വിധി എന്താകൂടെ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി ഈ ടീസർ കണ്ടിട്ട്? അത് ഇപ്പോഴേ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണ്ട, നമുക്ക് ഒരുമിച്ചൊന്ന് ഡിസ്കസ് ചെയ്താല. കാര്യം ഈ സിനിമയുടെ പേരെന്ന് പറയുന്നത് കറുപ്പെന്നാണ്. പിന്നെ ഈ ടീസറും കൂടി കാണാൻ നേരത്തെ ഏകദേശം സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു സംഭവം പറഞ്ഞുതരാം. അത് ശരിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ കറുപ്പെന്ന് പറയുന്ന പേര്, കറുപ്പ് സ്വാമി, തമിഴ്നാട്ടിലെ വില്ലേജസിലും അതുപോലെ തന്നെ റൂറൽ ഏരിയാസിലും ഒട്ടുമൊത്ത തമിഴ്നാട്ടിലും ഹിന്ദു ഭക്തരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു സ്വാമിയാണ്. അപ്പോൾ ഈ കറുപ്പ് സ്വാമി എന്ന് പറയുന്നത് ദി ഗോഡ് ഓഫ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കാവൽ മാലാഖ, കാവൽ ദൈവം എന്നൊക്കെ പറയുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പേരാണ് ഈ സിനിമ കിട്ടേക്കുന്നത്. അത് ടീസറിൽ നമുക്ക് ഈ ഒരു കറുപ്പ് സ്വാമിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനും സാധിക്കുന്നുണ്ട്. സോ ഈ കറുപ്പ് സ്വാമി ഒരു കാവൽ ദൈവം അല്ലെങ്കിൽ ഗോഡ് ഓഫ് പ്രൊട്ടക്ഷൻ, എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവമാണെങ്കിൽ ഇതിനകത്ത് സൂര്യ ആരാണ്? ഒരു ലോയറാണ്, നിയമപാലകനാണ്. അപ്പം നിയമത്തിന് നീതി നടപ്പാക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ സൂര്യയുടെ സർവണം വക്കീൽ വന്ന് നീതി നടപ്പാക്കി കൊടുക്കുന്നു. അതായിരിക്കും സംഭവം. പകൽ ലോയറായും രാത്രി കറുപ്പ് സ്വാമിയുടെ അവതാരമായിട്ടും സൂര്യണ്ണൻ വരുന്നു, ജനങ്ങളെ രക്ഷിക്കാൻ വരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, തമിഴ് സിനിമ ഇൻഡസ്ട്രി വിറ്റ്നസ് ചെയ്തിട്ടില്ലാത്ത ഫ്രഷ് സബ്ജക്റ്റ്. അണ്ണനെ കളിയാക്കുന്നതാണെന്ന് തോന്നിയാൽ കളിയാക്കുന്നത് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാര്യം ഈ ഒരു ടെംപ്ലേറ്റിനെ, ഈ ടിപ്പിക്കൽ മാസ് മസാല ടെംപ്ലേറ്റിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ആരാധകരാണ് സൂര്യ ആരാധകർ. ഇവന്മാർ തന്നെ ഈ ടെംപ്ലേറ്റിനെ ഇപ്പോൾ പൊക്കി പറയുന്ന കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്. കാര്യം സൂര്യണ്ണൻ്റെ കൊടൂര മാസ്, അണ്ണാവുടെ പെരിയ കംബാക്ക്, ലോഡിങ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഈ ഇവന്മാർ തന്നെ ഈ ഒരു സൂര്യയുടെ സ്ഥാനത്ത് ഈ പടത്തിൽ വിജയ് ആയിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയാൽ എന്തൊക്കെ പറഞ്ഞേനെ. രക്ഷകണ്ട, വെറുത്തനണ്ട, ടിപ്പിക്കൽ പടണ്ട, മാസ് മസാല കോമഡിഡ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ അടിച്ചിറക്കി ഇതൊരു ട്രോൾ മെറ്റീരിയലാക്കാൻ നോക്കിയേനെ. പക്ഷേ ട്രോൾ മെറ്റീരിയലൊന്നും ആകത്തില്ല. അണ്ണം വന്ന് ഞാൻ 500 കോടി അടിക്കും, പടം വേറെ അങ്ങ് കയറിപ്പോവും, അത് വേറെ കാര്യം. പക്ഷേ ഇതിനകത്ത് സൂര്യയാണ് വരുന്നത്. സോ പുള്ളിക്ക് അപ്പോൾ ഈ ടീസർ കണ്ട് അല്ലെങ്കിൽ സൂര്യ ഫാൻസിൻ്റെ ഈ ഒരു ബിഹേവിയർ കണ്ടിട്ട് എനിക്ക് ഇവന്മാരെ വിമർശിക്കാനും തോന്നുന്നില്ല, ഇതിനെ ന്യായീകരിക്കാനും തോന്നുന്നില്ല. വിമർശിക്കാൻ തോന്നാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് കണ്ടക ശനിയാണ്, ഹിറ്റില്ല. ലാസ്റ്റ് ഹിറ്റായത് എനിക്ക് തോന്നുന്നു 2013 റിലീസായ സിംഗൻ 2 ആണ്. ആ സിനിമ എന്ന് പറയുന്നത് സൂര്യ ഫാൻസിനെയും, അതായത് മെജോറിറ്റി സൂര്യ ഫാൻസിനെയും മാസ് മസാല സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിനെയും ഒരുവിധം തൃപ്തിപ്പെടുത്തിയ അവസാന സൂര്യ സിനിമയെന്ന് നമുക്ക് പറയാം. തിയേറ്ററിൽ റിലീസായ അവസാനത്തെ സൂര്യ സിനിമ. അതിനുശേഷം 24 അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ ഒരു ക്യാരക്ടറാണ് ആ സിനിമയ്ക്ക് അത് സൂര്യ ചെയ്തത്. പക്ഷേ 24ഉം ഒരു വലിയ വിജയമല്ലായിരുന്നു. സിംഗൻ 2ൻ്റെ ആ ഒരു ലെവൽ വിജയമൊന്നും വന്നിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് OTTയിൽ 2 പടങ്ങൾ കൊണ്ടിറക്കി. ആ 2 പടങ്ങളും മികച്ച പടങ്ങളായിരുന്നു. അത് തിയേറ്ററുകാർക്കും സൂര്യയുടെ കരിയറിനും വൻ നഷ്ടം തന്നെയാണ് ആ സിനിമകൾ OTTക്ക് പോയത്. അതിനുശേഷം 2 അവതാരങ്ങൾക്കും നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. അവതാരങ്ങളല്ല, അപരാധങ്ങൾ, കങ്കുവയും റെട്രോയും അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണ്. പിന്നെ ഇതിൽ ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട് എൻ്റെ കാര്യത്തിൽ. കാര്യം എനിക്ക് ലാസ്റ്റായിട്ട് സിംഗൻ 2 അല്ല, സിംഗൻ 2 കഴിഞ്ഞിറങ്ങിയ അഞ്ചാനാണ് എനിക്ക് സൂര്യയുടെ ഒരു കിടിലൻ ഓറ, സ്ക്രീൻ പ്രസൻസ്, ഡയലോഗ് ഡെലിവറിയൊക്കെ കുറച്ചുകൂടി പക്കയായിട്ട് തോന്നിയത്. എന്നെ കൂടുതൽ രോമാഞ്ചിഫിക്കേഷൻ തന്നൊരു സൂര്യ സിനിമ ലാസ്റ്റായിട്ട് ഇറങ്ങിയ പടം എന്ന് പറയുന്നത് അഞ്ചാനാണ്. അത് പലർക്കും ഡിഫറൻസ് കാണും. സോ ഇപ്പം സൂര്യയ്ക്ക് ഒരു കംബാക്ക് എന്ന് പറയുന്നത് അനിവാര്യമാണ്. കംബാക്ക് ഇല്ലെങ്കിൽ, അതായത് ഈ വിമർശകരുടെ വായ ഒരു ഹിറ്റ് കൊണ്ട് അടപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അണ്ണൻ ചിലപ്പോൾ ഒരു ഫീൽഡ് ഔട്ടിൻ്റെ വക്കിലേക്ക് അല്ലെങ്കിൽ ഫീൽഡ് ഔട്ടിലേക്ക് തന്നെ പോയെന്ന് വരും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തർക്കിക്കാൻ പറയല്ല, എനിക്കും വിഷമമുണ്ട്. കാര്യം നമ്മുടെയൊക്കെ കുട്ടിക്കാലം അവിസ്മരണീയമാക്കിയ ഒരു നടനാണ് സൂര്യ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരനും തിരിച്ചു വരണം. പുള്ളിക്കാരൻ്റെ ഫാൻസിൻ്റെ ഈ തള്ളിക്കൽ കാരണമാണ് പുള്ളി പുറകോട്ട് പോയത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് ഞാൻ ഫാൻസിനെ കുറ്റം പറയാനല്ല. എന്ന് സൂര്യ ഫാൻസ് അജിത്തുമായിട്ടും വിജയായിട്ടും കമ്പാരിസൺ തുടങ്ങിയോ അന്ന് തൊട്ടാണ് സൂര്യയുടെ ഡൗൺഫാൾ സ്റ്റാർട്ട് ചെയ്തത്. കാര്യം പുള്ളിക്കാരൻ വേറെ ലീഗിൽ നിൽക്കുന്ന ഒരു ആക്ടറായിരുന്നു. ആ ആക്ടറിനെ കൊണ്ടുവന്ന് 2 സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ കൊണ്ടുവന്ന് കമ്പാരിസൺ നടത്തി തുടങ്ങി. അന്ന് തൊട്ടാണ് ഔട്ടായത്. സോ അതിൽ നിന്നൊക്കെ പുള്ളി കയറി വമ്പൻ തിരിച്ചുവരവ് നടത്തട്ടെ, വൻ ആശംസകൾ അക്കാര്യത്തിൽ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ കറുപ്പെന്ന് പറയുന്ന പടം ഒരു കംപ്ലീറ്റ്ലി സൂര്യ ഷോ ആയിരിക്കും. സൂര്യ എന്ന് പറയുന്ന സ്റ്റാറിനെ സ്ക്രീനിൽ അടിച്ച് പതപ്പിച്ച് വെച്ചുതരാൻ പോകുന്നൊരു പടമായിരിക്കും കറുപ്പ്. നമ്മുടെ വിജയ്ക്ക് മെർസൽ പോലെയും അജിത്തിന് ഗുഡ് ബാഡ് അഗ്ലി പോലെയൊക്കെ ഒരു കംപ്ലീറ്റ് ഷോ. അത് ടീസർ കാണുമ്പോഴും നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. ഒരു കംപ്ലീറ്റ് സൂര്യ ഷോയാണ്. ഈ ടീസറിനെ എനിക്ക് കൂടുതലായിട്ട് വിമർശിക്കാൻ പറ്റാത്തത്, എനിക്ക് വിമർശിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സൂര്യ ഫാൻസ് നേരത്തെ കാണിച്ച് വെച്ചേക്കുന്ന പരിപാടികളൊക്കെ ആലോചിക്കും
ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ മാസ് മസാല ടെംപ്ലേറ്റിനെ ഏറ്റവും കൂടുതൽ അവന്മാർ വിമർശിച്ചേക്കുന്ന കാര്യം ഓർക്കുമ്പോൾ, വിജയൻ അവന്മാർ ഇതിൻ്റെ പേര് ട്രോളിയ കാര്യം ഓർക്കുമ്പോൾ വിമർശിക്കണമെന്നുണ്ട്. പക്ഷേ ഈ ടീസർ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ സൂര്യയുടെ ഒരു കംബാക്കിൻ്റെ ഒരു വൈബ് എനിക്ക് അടിക്കുന്നുണ്ട്. എനിക്ക് റെട്രോ കണ്ടപ്പോൾ അടിച്ചായിരുന്നു കേട്ടോ, അന്ന് അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഖേദിക്കുന്നു. പക്ഷേ ഇപ്പം ഇത് കാണാൻ നേരത്ത് സീരിയസ്ലി ഈ ഒരു ടീസറിൽ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും പുള്ളിയുടെ ആ ഒരു ഓറയാണെങ്കിലും അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. പിന്നെ ആ ബ്ലാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഡയലോഗ് ഡെലിവറി നല്ല രീതിയിൽ വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നു. പിന്നെ ആർ ജെ ബാലാജി ഇതിനു മുമ്പ് മൂക്കുത്തി അമ്മനും അതുപോലെ തന്നെ വീട്ടിലെ വിശേഷം ഈ 2 സിനിമകളാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. പുള്ളിക്ക് ഒരു കംപ്ലീറ്റ് മാസ് മസാല ഒരു എൻ്റർടൈനർ ഒരു സ്റ്റാറിനെ വെച്ച് ഡയറക്റ്റ് ചെയ്തുള്ള പരിചയമൊന്നുമില്ല. അപ്പോൾ ആ പരിചയക്കുറവ് ഈ സിനിമേനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. എങ്കിലും അറ്റ്ലി രാജാറാണി ചെയ്തതിന് ശേഷമാണ് തെറി ചെയ്യുന്നത്. ആ തെറിയിൽ നമ്മൾ കണ്ടത് എന്താണ്? അതുപോലെ തന്നെ ആർ ജെ ബാലാജിക്കും ഹോപ്പുണ്ട്. സോ ഒരു ഹരി പ്ലസ് അറ്റ്ലി ആ ഒരു ലെവലിലുള്ളൊരു സംഭവമാണ് ഈ ടീസർ കണ്ടപ്പോൾ നമുക്ക് വൈബ് അടിച്ചത്. എന്തായാലും വെയിറ്റ് ചെയ്യാമല്ലേ, നല്ലൊരു കമ്പാക്ക് ആകട്ടെ, സൂര്യയും തിരിച്ചു വരട്ടെ. അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് മാസ് മസാല എൻ്റർടൈനർ പ്ലസ് സൂര്യയുടെ ആ ഒരു പഴയ ഓറ സ്ക്രീൻ പ്രസൻസ് ഒക്കെ തിരിച്ച് സ്ക്രീനിൽ കൊണ്ടുവെക്കാൻ പറ്റിയ ഇത് വമ്പനായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഇനി ഈ പടത്തിൻ്റെ ഓരോ അപ്ഡേറ്റ്സ് ഒക്കെ വരാൻ നേരത്ത് വരും കാലങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ സൂര്യ ഫാൻസ് നിങ്ങൾ കുറച്ച് അഹങ്കരിച്ചോളൂ. ഈ ടീസർ കണ്ടിട്ട് എനിക്കും തോന്നുന്നത് സൂര്യ തിരിച്ചു വരുമെന്ന് തന്നെയാണ്. പക്ഷേ ഇനി അങ്ങോട്ട് വിജയുടെ ഒരു പടം വരുമ്പോൾ വെറുത്തനം രക്ഷകൻ മറ്റത് മറച്ചത് എന്നൊന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. വന്നു കഴിഞ്ഞാൽ ഇപ്പം വിജയ് ഫാൻസ് നിങ്ങൾ അങ്ങനെ വരണമെന്നാണ് അവരുടെ പൊങ്കാല കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് സൂര്യയ്ക്ക് നല്ലതല്ല. സൂര്യയ്ക്ക് ഒരു കമ്പാക്ക് വേണം. എല്ലാ ഫാൻസിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ പുള്ളിക്ക് ആവശ്യമാണ്. നിങ്ങളായിട്ട് ഹേറ്റ് വാങ്ങിച്ച് കൊടുക്കാതിരിക്കുക. സോ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കറുപ്പ് ടീസറിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ ഇടുക. ബൈ ബൈ.